സാധാരണ ഒരു ആനയ്ക്ക് നിൽക്കണ പോലെയല്ല. ഒരു പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ വിടണം. അവിടെ ചെന്നുള്ള പട്ട നമ്മുടെ ആനയ്ക്ക് ആവില്ല. ഈ അരവിന് മിസ്റ്റേക്കുള്ള ആനയ്ക്കും വയറ് ക്ലീൻ അല്ലാത്ത ആനയ്ക്കും വാഴപ്പിണ്ടി വിടണം. ഈ ഉറക്കമുളച്ച് നിൽക്കേണ്ട പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് ഉറക്കമുളച്ച് നിന്നിട്ട് പിള്ളേർ പോയി തീറ്റ വെട്ടി കൊണ്ടുവരണം. മനസ്സിലായോ? ആ തീറ്റ വെട്ടി കൊണ്ടുവന്ന് പിന്നെ പരിപാടി കഴിഞ്ഞു അവിടെ നിന്ന് വണ്ടിയിലേക്കുള്ള തീറ്റ കാണണം. അത് കഴിഞ്ഞതിന് ശേഷം ആന തറയിൽ കൊണ്ടുവന്ന് തിന്നണ തീറ്റ കാണണം. എല്ലാവരും കിടന്നുറങ്ങണ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ നോക്കിയിരിക്കും, എവിടെയോ വാഴപ്പിണ്ടി നിൽക്കണേ, എവിടെയോ വാഴപ്പിണ്ടി നിൽക്കണേ. ആർക്കും വേണ്ടാത്ത ഈ കൂട്ടായിട്ടുള്ള വാഴ ഇങ്ങനെ റോഡ് സൈഡിൽ കിടന്ന് നിൽക്കുന്നുണ്ടാവും. കൊലയൊന്നും ഉണ്ടാവണതല്ല അത്. എന്നിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കും കണ്ട കാട്ടിക്കട കയറിയിട്ട് വാഴ വെട്ടി മോളിൽ കയറ്റി, വണ്ടിയുടെ മോളിൽ കയറ്റി ഇരുന്നിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തേ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും. അല്ലെങ്കിൽ ആന ഈ വാഴ അങ്ങനെ തന്നെ എടുത്ത് തിന്നും. ആനയ്ക്ക് വെട്ടിട്ട് കൊടുത്തത് കൂടാണ്ട് ആന ആളില്ലെങ്കിൽ അത് എടുത്ത് തിന്നും. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല മഴയും കൊണ്ടിട്ട് ഉറക്കമുളച്ച് വരണത്. നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈ എൻ്റെ പിള്ളേർ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരുകളിൽ ബാക്കി നിന്നവരൊക്കെ നമുക്ക് നല്ല പണി തന്നിട്ടുണ്ട്. എല്ലാവരും കൊടുക്കണേക്കാളും ശമ്പളം കൂടുതൽ ഞാൻ കൊടുക്കും. ഭക്ഷണം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവരുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് സഹായിക്കും. ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് തിരിഞ്ഞ് എന്നെ പണിയാത്ത അല്ലെങ്കിൽ എന്നെ തിരിഞ്ഞ് കടിക്കാത്ത 2-3 ആൾക്കാരുള്ളൂ. ഒന്ന് അനിരുദ്ധ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഒന്ന് അഫ്സൽ ചക്കൻ അവൻ, പിന്നെ അനന്തു എന്ന് പറഞ്ഞൊരു പയ്യൻ എരുമേലിയിലുള്ള ഒരു പയ്യൻ്റെ കൂടെ ഇത്ര നാൾ ഉണ്ടായിരുന്നത്. ബാക്കി നിന്നവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ പിന്നെ നിർത്താന്ന് വിചാരിച്ചത് എനിക്ക് നല്ല ആൾക്കാരെ കിട്ടാനില്ല, നല്ല പണിക്കാരെ കിട്ടണ്ടേ. എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഈ ഡെയിലി മറ്റേ എൻജോയ് ലൈഫ് ചെയ്ത് നടക്കുന്ന ആനകളുണ്ട്, കുറേ ആനക്കാരും ഉണ്ട്. അവർ കിട്ടണ പൊളിച്ചു അവർ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന കുറേ ആനക്കാരുണ്ട്. അവരുടെ കൂടെ 5 ആൾ 6 ആൾ 7 ആളൊക്കെ നിൽക്കണേ. നമ്മൾ ഈ മുതൽ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ല. കാരണം എന്താണ്? കഷ്ടപ്പാടുണ്ട്, പണിയെടുക്കണം. നല്ല രീതിക്ക് പണിയെടുത്ത് കഷ്ടപ്പെട്ടാലാണ് ഒരു മുതൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ അത് നേരെയായി വരുള്ളൂ. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ആനകളുടെ ഇത്രയും വയ്യായികയൊക്കെ മാറ്റി ഒരു ആനയുടെ നടയം വരെ ചെത്തിക്കൂടാന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. അപ്പൊ ഇതൊക്കെ നന്നാക്കി അവനെ ആനയാക്കി കാണിച്ചു കൊടുത്താലും നമുക്കില്ലാത്ത കുറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം? ഞാൻ എന്തിനാ ഈ പൊട്ടുമുറിവുള്ള ആനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ ഈ 10 അടി പൊക്കമുള്ള വലിയ വലിയ ആനകൾക്കൊക്കെ 10,000 15,000 പാറ്റ കാശുണ്ട്. നമുക്കൊക്കെ 6,500 രൂപയുള്ളൂ. 3 പണിക്കാർ നിൽക്കും, അവർക്കൊക്കെ പൈസ കൊടുക്കണം. 3 ആൾക്ക് പൈസ കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരികയാണ്. ഒരു കടയിൽ കയറിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ മസാല ദോശ എന്ന് പറയുന്നത് ഈ വക സാധനങ്ങളൊന്നും സ്ഥലത്തും കിട്ടില്ല. ഈ അൽഫാമും മന്തിയും മറ്റേ ഉള്ള കണകുണ സാധനങ്ങളൊക്കെ കിട്ടുക. ഒരു 3 ആൾ കയറിയപ്പോട്ടെ, ഒരു 4 ആൾ. ഈ ഡ്രൈവറുടെ ഭക്ഷണ കാശും കൂടി നമ്മൾ തന്നെ കൊടുക്കണം. അവർ സെപ്പറേറ്റ് ആയിട്ട് കാശ് കൊടുക്കുന്നില്ല. അത് ഞാൻ എൻ്റെ ആനയുടെ മാത്രമല്ല, എല്ലാ ഡ്രൈവർമാർക്കും. ആനക്കാർ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കണം. ചില ആൾക്കാരുണ്ട് അവർ പൈസ കൊടുക്കും, ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ചിലവ് ഈ ആനക്കാർ നോക്കിക്കൊള്ളണം. ഇതും കഴിച്ച് 3 ആൾക്കാർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചാൽ മിനിമം 1000 രൂപയോ പിന്നെ എന്താ ഉള്ളത്? അപ്പം ഇതൊക്കെ സഹിച്ചതൊക്കെ നമ്മൾ നിന്നിട്ടും ശരിയാണ്, കുടുംബം കഴിയുള്ള പൈസ കിട്ടുന്നുണ്ടില്ല എന്ന് പറയണില്ല. പക്ഷേ ഇവരുടെയൊക്കെ പ്രാക്ക് നമ്മൾ എന്തിനാ വെറുതെ മേടിക്കണേ? ഞാൻ ഇനി ഒരു ആന നന്നാക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും നല്ല ആന, വലിയ കുഴപ്പമില്ലാത്ത ആനകൾ ഇനി പൊട്ടും മുറിവും അത് ഇതായിട്ട് പഴുപ്പ് കുറയാൻ ഞാൻ ഇനി പോകില്ല. ഈ പറയണവന്മാർ ഇരുന്നിട്ട് ഉണ്ട് ഈ ആനകളുടെ ഓരോ ഭാഗങ്ങൾ പൊട്ടിച്ച് കഴിയുമ്പോഴേ കുറച്ച് നാളത്തേക്ക് അത് ചീഞ്ഞളിഞ്ഞ് നിൽക്കുക. പഴുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ ഇങ്ങനെ കോരി എടുക്കും, എന്നിട്ട് ഇങ്ങനെ കളയും, ഇങ്ങനെ പിടിച്ചിട്ട്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഞെക്കുമ്പോഴേ വായിലേക്ക് മൂക്കിലേക്ക് ഒരു ഇറങ്ങി പോയിട്ടുണ്ട്. വായിലേക്ക് പഴുപ്പ് ഞെക്കുമ്പോൾ ഇത് പറ്റുമോ? എന്നിട്ട് അത് ഇങ്ങനെ തുടച്ചളഞ്ഞിട്ട് വീണ്ടും അത് ഞെക്കി മരുന്ന് കളയണം. അതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. തിന്നണ ചോറിനോട് ആത്മാർത്ഥതയെന്ന് വിചാരിച്ചോ. ഒരാനേനെയും തല്ലി പൊളിച്ച് നശിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇന്ന് ഈ കാലം വരെ. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ഒരു ശാപം എനിക്കില്ല. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ആനയില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ആനയില്ല. ഇനി ആർക്കാന്ന് വെച്ചാൽ രംഗത്തേക്ക് വരാം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാനില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ ആനക്കാരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇവരുടെ നല്ലതിനും ഇവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊണ്ടാകുന്ന ഒരാളാണ് ഞാൻ. പകുതി ആൾക്കാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ ഈ മറ്റുള്ള ആനക്കാർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ തന്നിട്ടാണ് എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ആന, ഇനി ഏതെങ്കിലും ഒരു മുതലാളി നല്ലൊരു ആന, അതായത് ഞാൻ ഇനി പറഞ്ഞില്ലേ, ഞാൻ ഈ കൊഴുപ്പും മണ്ണും വരാൻ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് വീട്ടിലൊക്കെ ഇരിക്കാം, സമാധാനമായിട്ട് ഇരിക്കാം. കുറച്ച് വീഡിയോസുകളും പഴയ വീഡിയോസുകൾ, കാര്യങ്ങൾ, പിന്നെ ആനകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹരിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഹരിച്ചേട്ടൻ ഞാൻ ഇനി നിൽക്കണില്ല, വേറെ ഒരാളെ നോക്കിക്കോളൂ ഹരിച്ചേട്ടൻ, അത് നല്ലത്. എന്തൊരാൾക്കും കൂടി ഞാൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണേ. ആളാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ, ഒരു ശല്യമില്ല, ഒരു കാര്യങ്ങളില്ലായിരുന്നു, സ്വന്തം ആനയുടെ പോലെ ആയിരുന്നു അത്ര നാൾ നിന്നായിരുന്നത്. വെച്ചേ പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ചേട്ടാ നീക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ വേറൊരാളെ നോക്കിക്കോളൂ, ഞാൻ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചാളത്തേക്ക് ഇല്ല. കാരണം മാനസികമായിട്ട് പരാതി എന്നും ആൾക്ക് പുറം സ്റ്റേഷനിൽ പോകാൻ നേരമുള്ളൂ. കാരണം ആനയ്ക്ക് ഈ പൊട്ട് മുറിവുള്ള ആനയ്ക്ക് നിൽക്കണ കാരണം കൊണ്ടല്ലേ ഈ ഇവർ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഈ വിവേക് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ, ഞാൻ നേരത്തെ പറയാനുള്ളതെന്ന് വിചാരിച്ചു തന്നിട്ട് പറയാം. നീയാണ് ഏറ്റവും കൂടുതൽ സുട്ടുപണി ആ വക അക്കൗണ്ടിലൊക്കെ വന്നിട്ട് കുറേ കമൻറ്റുകൾ ഇടുന്നുണ്ട്. നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പിന്നെ ആ തറിയുന്ന നിന്നെ ഞാൻ ഓടിപ്പിക്കും, നിന്റെ ആനപ്പണിയിൽ നിന്ന് ഞാൻ ഓടിപ്പിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവൻ. ഞാനത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക, എന്നിട്ടും പിന്നെയും നമ്മളെ ചൊറിഞ്ഞു വരികയാണ്. അപ്പം നിനക്കെതിരെ എന്നല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? ഈ ഇതുണ്ടോ, അതൊക്കെ അവൻ്റെ അക്കൗണ്ടിലേക്ക് വെഫ എന്ന് പറയണ ഒരു സംഘടനയിലേക്ക് പോകേണ്ട പൈസയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വിവേക് വിശ്വനാഥൻ്റെ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. പിന്നെ അവൻ്റെ കുറേ വോയിസുകൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതുണ്ടോ ട്രാൻസാക്ഷൻ 2024-23 അവൻ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ അവൻ തന്നെ വിട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് കണക്കുകളൊക്കെ ഭയങ്കര മിസ്റ്റേക്കുള്ള വിവേക്. വക്കീലിന് 4.5 ലക്ഷമൊക്കെയുള്ള കണക്ക് കാണിച്ചേക്കണേ. പക്ഷെ അതിൽ അക്കൗണ്ടിൽ ഒരു 1,60,000 പോയിട്ടുള്ളൂ. അപ്പം നീ ശരിക്കും സത്യത്തിൽ മണ്ടനല്ലേ? ഇതോടുകൂടി നീ നിർത്തിക്കോ. ഞാൻ എൻ്റെ കാര്യം നോക്കി നടന്നോട്ടെ, എന്നെ നീ ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ നിനക്ക് 2 കമൻറ്റ് മര്യാദയ്ക്ക് ഇട്ട് തന്നപ്പോൾ തന്നെ നീ എന്നെ ബ്രദറെന്നാ വിളിച്ചേ. അപ്പോൾ ബ്രദർ സ്നേഹം ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ NGO ആയി, നിങ്ങൾ നിങ്ങളുടെ പാടായി, ഞാൻ എൻ്റെ പാടായി. ഞാൻ നിങ്ങളുടെ ഒന്നും ഒരു കാര്യത്തിനും ക്ഷേമത്തിനും ഇതിനും ഞാൻ പറഞ്ഞില്ലേ. ഇത് മാത്രമല്ല വിവേക്, നിന്റെ ജാതക വരെ എൻ്റെ കയ്യിലുണ്ട്. അരിക്കൊമ്പൻ്റെ അന്ന് തൊട്ടാണ് നീ പൊന്തി വന്നത്. അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് വരെയുള്ള നിന്റെ ഫുള്ള് ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. നീ എന്നെ കൊണ്ട് ഇതൊന്നും എടുത്ത് ഇടിക്കരുത്. നീ നിന്റെ പണി നോക്കി പൊക്കോ. നീ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കുവോ, അല്ലെങ്കിൽ നീ ആരുടെ ഇതിലേത് എന്ത് ചെയ്യുക, അതൊന്നും എന്നെ ബാധിക്കണ കേസല്ല. ഞാൻ ഇവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിക്കൊണ്ടിരുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നിങ്ങളോട് പറയണ്ടേ? നിങ്ങൾ എൻ്റെ അനിയന്മാർ, എൻ്റെ കൂട്ടുകാരന്മാർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ഈ അവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് BGM സാധനങ്ങളും തേങ്ങയും മാങ്ങയൊക്കെ കയറ്റി ദൈവത്തോർത്ത് എൻ്റെ കൂട്ടുകാരന്മാരും നിങ്ങൾ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. അവസാനം നീ ആൾക്കാരെ തെറി മൊത്തം കേൾക്കണത് ഞാനാ. നിങ്ങളങ്ങോട്ട് തോണ്ടിയിട്ടിട്ട് പോവും. ഞാൻ ഈ മൊത്തം ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എത്ര കൊല്ലം ഇത് മേടിക്കുന്നു. ഞാനായതുകൊണ്ട് തളരാണ്ട് പിടിച്ച് നിൽക്കണം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഓടി, മനസ്സിലായി? തമാശ പറയണല്ല. ബാക്കിയുള്ള ഇവരോട് പ്രതികരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ? അല്ലെങ്കിൽ ഈ ആനപ്രേമികളെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ അറിയണ കുറേ ആൾക്കാരുണ്ട്, അല്ലാത്തവർ കുറേ ആൾക്കാരുണ്ട്. ഈ പൂരം നിർത്തണം, അത് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കണ കുറേ ആൾക്കാരുകളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് കുറേ വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ ഈ സംഘടനയ്ക്ക് NGO സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇവരുടെ കൂടെയാണ്. ഞാൻ ദയവ് ചെയ്ത് പറയാട്ടോ, എൻ്റെ കൂട്ടുകാരന്മാരോട് കൂടിയിട്ടാണ് പറയണത്. നിങ്ങൾ ഇവരുടെ എതിരെ ശബ്ദിക്കാൻ പോകരുത്. ഇവർക്കെതിരെ ശബ്ദിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എല്ലാ രീതിക്കും നമ്മളെ പണിയും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം അത് അറിയാലോ. പിന്നെ ഇവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. ഇവർക്ക് കുറച്ച് പെണ്ണുങ്ങളുണ്ട്, കുറച്ച് ചേച്ചിമാരുണ്ട്. ഇവർ കുടുംബത്തൊന്നും നോക്കാൻ ഇവർക്ക് നേരില്ല. നമ്മൾ ഇവരോട് എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവരപ്പം തന്നെ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇറക്കി വിടും. എന്നിട്ട് ഈ പെണ്ണുങ്ങളോട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറയാറില്ല, പെണ്ണുങ്ങളായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ പൊന്നു പെങ്ങളെ എന്നെ ഉപദ്രവിക്കരുത് പോന്നാൽ ഞാൻ പറയാറ്. ഞാൻ ഇവരോട് സംസാരിക്കാറില്ല. കാരണം എന്താ അറിയോ? ഇവരോട് കളിക്കുമ്പോൾ നോക്കി കളിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ പോയി പരാതി കൊടുക്കും, മനസ്സിലായ? അപ്പം ആണുങ്ങൾ തമ്മിലുള്ള കളിക്ക് പെണ്ണുങ്ങളെ ഇറക്കി വിടുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു മാറ്റം ആവശ്യമാണ്. അവനവൻ്റെ കാര്യം നോക്കി, അവനവൻ്റെ ആനകളുടെ കാര്യങ്ങൾ നോക്കി സമാധാനം സന്തോഷമായിട്ട് ഇരിക്കുക. ബാക്കിയുള്ള എല്ലാ തൊരടി കേസും ഞാൻ നിർത്തി. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അതൊക്കെ ഞാൻ കേട്ടറിഞ്ഞത്.
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ കണ്ടില്ലാന്നെങ്കിലും നടിക്കാൻ പറ്റുക. പക്ഷെ വേറെ ആരും മാറില്ല. തന്നെ കൊണ്ട് ഈ ഫീൽഡ് നന്നാക്കാനും പറ്റില്ല. അപ്പം ഞാനായിട്ട് മാറണതല്ലേ നല്ലത്? എന്ന് വെച്ചിട്ട് ഞാൻ തോറ്റോടി പോവില്ല കേട്ടാ. ഞാൻ ഏതെങ്കിലും ഒരു ആനേനെ അഴിച്ചിട്ട് ഇനി ഞാൻ പൂരപ്പറമ്പിലേക്ക് വരും. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനേനെ എനിക്ക് അഴിക്കാമല്ലോ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഏതെങ്കിലും ആന വരും. അങ്ങനെ 1-2 ആനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കാരണം നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു 2018 8 വർഷമായിട്ട് എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. പിന്നാലെ നടന്നിട്ട് പിന്നെ എല്ലാം ഇറങ്ങി കൂടെ ഒരു പൊട്ടിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ ജയിലിൽ പോയി കിടക്കണം, പിന്നെ കേസിന് ജാമ്യം എടുക്കണം, ജാമ്യക്കാർ വേണം. പിന്നെ വീട്ടുകാർ വിഷമിക്കും. ഇനി പഴയ ഒരു ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ ഓർത്തുകൊണ്ട് ഞാനായിട്ട് വിടുകയാണ്. എനിക്ക് കുടുംബം ഇല്ലെങ്കിലേ എനിക്ക് കുടുംബം, എനിക്ക് ഫാമിലി കാര്യങ്ങൾ അതൊക്കെ ഉള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എന്നെ അടക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ 2-3 ആൾക്കാരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നടക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പം ഞാൻ മാറി നടക്കണം. അല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത തൊണ്ടി തൊരടി ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ ഇല്ല. ഞാൻ ഇനി സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഇനി എന്നെ ശല്യം ചെയ്യരുത്, എൻ്റെ പിന്നാലെ നടത്താൻ. ഞാൻ ഈ വീഡിയോ കാണുന്ന വ്യക്തിപരമായിട്ടുള്ള 2-3 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ബാക്കി എൻ്റെ കൂട്ടുകാരോടല്ല കേട്ടോ. ഇവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയണത്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഞാൻ ഇതിലെങ്കിലും നടന്നോട്ടെ. അതുപോലെ തന്നെ ആനയ്ക്കുള്ള മുഴ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനയുടെ മുഴ അത് മാറ്റാം, അത് മാറ്റിയെടുക്കാം എന്നുള്ള അതതിനെ മാറ്റിയെടുക്കണം. അതിനെ ഫുള്ള് ക്ലിയർ ആക്കി എടുത്ത് അത് നല്ല സെറ്റപ്പാക്കി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ വീണ്ടും പോയിട്ട് ആരാണ്ട് പരാതി കൊടുത്തിട്ട് അങ്ങനെ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ. അതുമാതിരി തന്നെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ആനയുടെ മുഴ പൊട്ടിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണോ പോയത് ചോദിക്കുന്നത്. മുഴ പൊട്ടിക്കണം തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്ക് മുന്നായിട്ട് ഇവന്മാർ പരാതി കൊടുക്കല്ലേ. എനിക്കതൊന്നും നിന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിൻ്റെ പരാതി, അനങ്ങിയ പരാതി. പിന്നെ വാഴപ്പിണ്ടി. അടുത്ത കമൻറ്റ് വന്നേക്കണം, ഇനി ആന വാഴപ്പിണ്ടി തിന്നലുണ്ടല്ലോ, ആ ആന രക്ഷപ്പെട്ടു. ഈ പൊട്ടൻ കുണാപ്പൻ്റെ അടുത്ത് ഞാൻ എന്തിട്ടാ പറഞ്ഞു കൊടുക്കുക? എടാ, ഒരു പനയുടെ പട്ട വെട്ടി വരാനായിട്ട് 1 മണിക്കൂർ മതി. പക്ഷെ ഒരു ദിവസം വാഴപ്പിണ്ടി വെട്ടണമെന്നുണ്ടെങ്കിൽ 1 ദിവസം വേണോ? നിനക്കറിയോ? ഒരു 10 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് വാഴപ്പിണ്ടി വെട്ടി വരണേ. അത് കൊടുക്കണതിൻ്റെ ഗുണം എന്താണെന്ന് നിനക്കറിയോ? ഫൈബറിൻ്റെ കണ്ടൻറ്റാണ്. ശരീരത്തേക്ക് വെള്ളം കയറി നിൽക്കണം. അതായത് ബോൾ പോലെ നിൽക്കുന്ന ഒരു ആനയല്ല നമ്മൾ ചാർജെടുക്കണത്. എല്ലും തോലായിട്ട് നിന്ന ആനയല്ല. അല്ലെങ്കിൽ ശരീരം ശോഷിച്ച് നിൽക്കണ ആനകളെ, ശരീരം വെള്ളം തീരെ ചെയ്യാത്ത ആനകളെ പിന്നെ എങ്ങനെ എടുക്കുക? നിന്നോട് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരിക? നീ പട്ടീനെയല്ലേ എന്ന് നോക്കണുള്ളൂ. നിന്റെ വിചാരം ഒരു ബക്കറ്റ് വെള്ളം കൊടുത്ത പട്ടി കുടിക്കണ പോലെ അല്ല ആന. ആനയ്ക്ക് ആനയുടേതായ പരിപാലനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വേറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുട്ടുമണി എന്ന് പറഞ്ഞിട്ട് വിവേക് വന്നിട്ട് പിന്നെ ഇതിൽ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. എത്ര നാൾ എന്നിട്ടാണ് നീ നിന്റെ മുതലാളിനെ എടുത്ത് കൂടെ വന്നിട്ട് എൻ്റെ മുതലാളിനെ ഞാൻ കുറ്റം പറഞ്ഞത്? എൻ്റെ ഹരിയാട്ടനെ ഞാൻ എവിടെ കുറ്റം പറഞ്ഞു? ഒരു സ്ഥലത്ത് ഞാൻ ഹരിയാട്ടനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടാവില്ല. ഒരു സ്ഥലത്ത് എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? ആളെ എത്ര കാലം നിന്നിട്ട് ആളെ എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം നീ വന്നിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ആളാ വീഡിയോ കാണുമ്പോൾ എന്തിൻ്റെ അവസ്ഥ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളോടൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ അറിയുന്ന ആൾ തന്നെയല്ലേ. എന്തിനാ വെറുതെ അദ്ദേഹത്തെ ഇതിലേക്കൊക്കെ വലിച്ചിരുന്നത്? നിനക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കാനെങ്കിൽ എൻ്റെ അടുത്ത് പറയും. അതുപോലെ തന്നെ വേറെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്കമാലിൽ ആന തെറ്റി നിന്നപ്പോൾ വെടി വെച്ച് കെട്ടി നിന്ന ആനേനെ പോയിട്ട് പിന്നെ കുടുക്കിട്ടിട്ട് മാസ് കാണിച്ച പാപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, വെടി വെച്ച് നിൽക്കണ ആനേനെ പോയിട്ട് ഞാൻ കുടുക്കിട്ടത് ആരോടെങ്കിലും വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എൻ്റെ ആൾക്കാർ ആരും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ മയങ്ങി നിന്നിട്ട് ആന ഏത് രീതിക്ക് ചാർജ് ചെയ്തതെന്ന് നിനക്കറിയാമോ? അതൊക്കെ നിനക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ വന്ന് ചെയ്ത് കാണിക്കണം. കുറേ കമൻറ്റുകൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ. നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ പറ്റുമോ? പോയി ചെയ്തോളൂ. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇനി പോകാൻ നിൽക്കണില്ല. ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിൽക്കുന്ന ആനകളെ എനിക്ക് തരുന്ന ആനേനെ ഭംഗിയാക്കി കൊണ്ട് നടക്കാന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. പിന്നെ നീയൊക്കെ വന്നിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമൻറ്റ് ചുട്ടുമോൻ എല്ലാവരും നോക്കി വെക്കാം. വിവേക് വിശ്വനാഥൻ്റെ അക്കൗണ്ട് അത്. അവൻ്റെ മറ്റേ ഫേക്ക് ഐഡിയ. അതുപോലെ 4-5 ഐ ഡി ഉണ്ട് അവർക്ക്, ഒരാൾ വീതം. അവർ 5 ആൾ വന്നിട്ട് കമൻറ്റ് ഇട്ടാൽ പോരെ? പിന്നെ തീർന്നില്ലേ?
ഞാൻ ഇവരോടൊക്കെ തിരിച്ച് എതിർത്ത് ഫയർ ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഹരിയേട്ടൻ ഒരിക്കലും എന്നെ കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും ഹരിയേട്ടനെ കുറ്റം പറയില്ല. ഞങ്ങൾ നല്ല രീതിക്ക് പിരിഞ്ഞത്. നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് ഈ ആനക്കാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പിരിഞ്ഞു പോകണത് തല്ലുകൂടി പിരിഞ്ഞു പോകണ ആൾക്കാരുണ്ടാവും. നമ്മുടെ രീതി അതല്ല. നമ്മളൊരു ആനയെന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 15 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ പറയും, ഹരിചേട്ടാ ഒരു മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മുതലാളി ആരാണെങ്കിൽ അവരോട് പറയും ഒരു മാസം കഴിഞ്ഞാൽ ഒരാളെ നോക്കിക്കോളൂ, ആ ആൾ വന്നു കഴിഞ്ഞ് ഞാൻ മാറൂട്ടോ, അതുവരെ ഞാൻ കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാളെ കണ്ടുപിടിക്കാനുള്ള സമയം നോക്കി അവർ കണ്ടുപിടിച്ച് അവർ പറ്റിയ ആൾക്കാർക്ക് അവർ പറയുന്ന രീതിയിൽ കെട്ടിക്കൊടുത്ത് സന്തോഷമായിട്ട്, ഒരു പൈസ അങ്ങോട്ടും ഇല്ല ഒരു പൈസ ഇങ്ങോട്ടും ഇല്ല, സന്തോഷമായിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞു. നാളെ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണണം. അങ്ങനെ തന്നെ ഇത്രയും ഉടമസ്ഥന്മാരുടെ അടുത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ ഇടയിൽ വന്നിട്ട് കുത്തിരിപ്പുണ്ടാക്കണത്. ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഇനി അടുത്തത് തൊട്ടിട്ട് ഇനിയും ഈ സംഘം മറ്റേ ഇവന്മാര് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഫുള്ള് അതായത് വെഫ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് പോകേണ്ട ആ പൈസ കംപ്ലീറ്റ് ആരുടെ അക്കൗണ്ടിലേക്ക് പോകണമെന്ന് എന്താണെന്നും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ജാതകം വരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് എടുത്തതല്ല, ഞാൻ നിന്റെ ഹാക്ക് ചെയ്ത് എടുക്കണതല്ല, നീ തന്നെ നിന്റെ അക്കൗണ്ടിൽ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ചെയ്തേക്കണതാ. പക്ഷെ അത് മൊത്തം തെറ്റാ. അത് ഓഡിറ്റ് ചെയ്യണ ഒരാളെ കൊണ്ട് ഞാൻ നോക്കിച്ചപ്പോൾ അതിനകത്ത് ഭയങ്കര പൈസയുടെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പൊ നീ എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കാൻ നിന്ന് ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എടുത്ത് ഞാൻ പൊളിച്ചു കയറാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഞാൻ ഒന്നിനുമില്ല, നീ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ എൻ്റെ കാര്യം നോക്കി പോക്കോളാം. പിന്നെ ഈ പൊട്ടും മുറിവും ഉള്ള ആനകളാണ് ഞാൻ ഇനി പോണില്ല. അങ്ങനെയുള്ള ആനകളെ പോയി രക്ഷിച്ച് ആനേനെ രക്ഷിച്ച് കൊണ്ടുവരണം നമ്മുടെ ആഗ്രഹം പോലെ. എന്നിട്ട് ഈ നാട്ടുകാരെ വഴിയെ പോണവന്മാരെയൊക്കെ തെറി നിൽക്കുന്നവർക്ക് ഞാൻ കേൾക്കണം. എന്താ അതിൻ്റെ ആവശ്യം? എല്ലാവരും ചെയ്യണ പോലെ നല്ല ആനേനെ പോയി ചാർജ് എടുക്കുക, വലിയ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ആനേനെ ചാർജ് എടുക്കുക, അതിനെ കൊണ്ട് പരിപാടി എടുക്കുക. പട്ടയല്ലേ നിങ്ങൾക്ക് കൊടുക്കൊണ്ട്, വാഴപ്പിണ്ടി കൊടുക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷയം, പട്ടയല്ലേ അത് ഞാൻ വിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പൂരപ്പറമ്പിൽ നിന്ന് കിട്ടണ ഉണങ്ങിയ പട്ടയും സാധനങ്ങളൊക്കെ കൊടുത്ത് കൊണ്ട് നടക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫീൽഡ് അങ്ങോട്ട് അവസാനിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ 4-3 ആനയും കൂടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തീർന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമാവൂല. എല്ലാവരും സന്തോഷിക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹം പോലെ നടക്കട്ടെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ മൾട്ടിപ്പായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. എങ്ങും പോയില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഏതെങ്കിലും ആനകളൊക്കെ വരും, നമ്മൾ നോക്കും, അഴിക്കും, കൊണ്ട് നടക്കും. കുറച്ച് നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി ഓരോ ആനക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനിയും വരുന്നില്ല. എന്നെ നിങ്ങളൊരു സ്ഥലത്ത് പോലും കാണില്ല. ഞാൻ എൻ്റേതായ വഴി കൂടെ ഞാൻ സഞ്ചരിക്കാം. പിന്നെ നമുക്ക് വീഡിയോസുകൾ ഞാൻ ചെയ്യും. കാരണം എൻ്റെ പഴയ ആനകളുടെ വീഡിയോസുകളും പിന്നെ ഈ മുറിവ് അസുഖങ്ങൾ വരുന്നത്, പൊട്ടണത്, മുറിവ് കാര്യങ്ങൾ ഇതൊക്കെ മാറണമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അതൊക്കെ ഞാൻ എല്ലാവർക്കും പറയുന്നത്. പിന്നെ പഴയ വീഡിയോസുകൾ കുറച്ച് പെൻഡിങ് ഉണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ നമ്മളോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ഇത്രയും പറയുമ്പോൾ വേറെ വിചാരിക്കുന്നുണ്ട്, മട്ടത്തട്ടാണ് ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണനയിലും തരണ്ടേ. നമ്മളൊന്നും ജീവിക്കുന്നത് താലിബാനിലൊന്നും അല്ലല്ലോ, കേരളത്തിലല്ലേ. കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മറ്റുള്ളവരെയൊക്കെ പേടിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റില്ലേ. മാട്ടത്തട്ടേ. അപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.